എൻ്റെ അമ്മ ഇവിടെ എവിടെ തിരിഞ്ഞാലും ഒടുക്കത്തെ വെയിലാണ്. ഞാനൊരു തണലുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. അയ്യോ, ഞാൻ വന്നിട്ട് ഇതുവരെ ഇത്രയും വെയിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. സോ ഇന്നത്തെ പരിപാടി ജസ്റ്റ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക എന്നാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഡോക്യുമെൻറ്റ്സ് വാങ്ങുക എന്നുള്ളതായിരുന്നു. ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിൻ്റെ അത് ഡണ്ണാണ്. ഇനി കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. സോ എൻ്റെ മെയിൻ ടാർഗറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഞാൻ ഈ ഗ്രോസറി ഷോപ്പിങ്ങിൽ ചെയ്യുന്ന ഈ ഫ്രൂട്ട്സിൻ്റെ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ പറ്റുകയാണെങ്കിൽ ഞാനതെല്ലാം നെതർലാൻഡ്സിൽ ഡച്ചിൽ പറയാൻ ശ്രമിക്കും. സോ ദാറ്റ് എനിക്ക് ആ ഡച്ച് വേർഡ്സ് പഠിക്കുകയും ചെയ്യാം. ഇവിടെ മേലെന്തോ വലിയ മാരക പണി നടക്കുന്നതിൻ്റെ ചോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. സോ നമുക്കിനി നെക്സ്റ്റ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ട് കാണാം. സീ യു ദേർ. ഞാനൊരു ലിപ്സ്റ്റിക്ക് എടുത്തു. അതിൻ്റെ ഷെയ്ഡ് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. ഞാനൊന്ന് പെട്ടെന്ന് ഇട്ട് നോക്കട്ടെ. ഇവിടെ മുതൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാം, കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആ നീല കളറുള്ള ഷോപ്പിംഗ് കാർട്ട് കണ്ടോ? ആ ഷോപ്പിംഗ് കാർട്ടിൻ്റെ ഡെത്തായിരുന്നു ഇതോടുകൂടെ സംഭവിച്ചത്. ഞാൻ വളരെ ഷോല് നല്ല മഞ്ഞുടുപ്പൊക്കെ ഇട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഗ്രോസറി ഷോപ്പിങ്ങിനും ഒരു ഡേ ആക്ടിവിറ്റിക്കും പോയത്. ഞാൻ പോകുന്നിടത്തൊക്കെ ഒരു വൃത്തികെട്ട മണം. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച എങ്ങാണ്ട് വാങ്ങിയൊരു പാക്കറ്റ് സാമൺ ഫിഷ് ഇതിനകത്ത് ഇരുന്ന് വീർത്ത് ചീർത്ത് ജീർണിച്ച് മരിച്ചു. ആ പാക്കറ്റ് ഞാൻ എടുത്തൊരു വേസ്റ്റ് ബിന്നിൽ ഇട്ടുവെങ്കിലും അതിൻ്റെ മണം ഇതൊന്നും പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ദോ ഞാൻ ഈ കോമാളികളിയെല്ലാം കളിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ഇതിൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ എന്തായാലും H&Mലാണ് കയറിയത്. എനിക്ക് കുറച്ച് ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്, സമ്മറിലിടാൻ പറ്റിയ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് എടുക്കാനാണ് ഞാൻ പോയത്. ഓൾസോ നമുക്കൊരു ലക്സംബർഗ് ട്രിപ്പ് ഉണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് ശേഷം. സോ ഐ ബോട്ട് അതിന് പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പ്, ജീൻസ്, പിന്നെ ഒരു ട്രൗസർ, ഇതൊക്കെയായിരുന്നു എൻ്റെ ടാർഗറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ H&Mൽ കിഡ്സ് സെക്ഷനിലാണ് ക്ലോത്ത്സ് എടുക്കുക. അവരുടെ ടീനേജേഴ്സ് ഒരു 12 to 14 ഇയേഴ്സ് റേഞ്ചിൽ വരുന്ന ക്ലോത്ത്സൊക്കെ എനിക്ക് കറക്റ്റ് ഫിറ്റായിരിക്കും. ഷോൾഡറും ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സ്റ്റിച്ചും ആ ക്ലോത്തിൻ്റെ ഒരു രസമൊക്കെ. ഹായ്, ഞാനിപ്പം H&Mലുള്ളത്. H&Mൻ്റെ ടീനേജ് സെക്ഷനിലാണ് ഞാൻ എൻ്റെ ക്ലോത്ത്സൊക്കെ എടുക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ കുറച്ച് സെയിൽ നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് കുറച്ചായിട്ടൊരു ട്രൗസർ വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ട്രൗസർ മേടിച്ചു. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ടെല്ലാം ട്രൈ ചെയ്യുന്ന ഒരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്യാം. ലെറ്റ്സ് സീ. സോ ഞാൻ നടക്കുന്നിടത്തൊക്കെ മീൻ നാറ്റാണ്. മീൻ നാറിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ഗൈസ്, ഒരു അവിലുങ്കഞ്ഞി പരിപാടി ആയിപ്പോയി. അതായത് ഞാൻ ഒന്നും വാങ്ങിയില്ല, കാരണം ആകെ നാറിയ ഒരു ഷോപ്പിംഗ് ആയിപ്പോയി. എന്താ സംഭവിച്ചതെന്നറിയോ? ഞാൻ എടുത്തുകൊണ്ട് വന്ന ഷോപ്പിംഗ് കാർട്ടിൽ ഒരു മീൻ വാങ്ങിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ എങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിനകത്തുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി പുറത്തിറങ്ങുമ്പോഴാണ് ഇതിനൊരു മണം. ഞാൻ നടക്കണോടത്തൊക്കെ ഒരു മണം. ഞാൻ നടക്കുന്ന വഴിയിലൊക്കെ എനിക്ക് അതിൻ്റെ മണം ഫീൽ ചെയ്യാണ്. ബിക്കോസ് ഞാനൊരു നാറ്റക്കുട്ടി. എന്നിട്ട് ഈ നാറ്റും വെച്ചിട്ട് ഞാൻ H&M ഷോപ്പ് ചെയ്തേ. ഞാൻ H&M കുറച്ച് ക്ലോത്ത്സ് ഒക്കെ എടുത്ത് ഈ നാറ്റയും വെച്ചിട്ട് എനിക്ക് കൂടുതലൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എല്ലായിടത്തും ഇതൊന്നും വെള്ളം ഒറ്റയ്ക്ക് ചെയ്യുക. ഞാൻ എന്നിട്ട് സ്റ്റോർ കയറിയിട്ട് ഒരു സ്പ്രേ വാങ്ങിയിട്ട് ഇതിലടിച്ചു. അതാകെ വഷളാക്കി. ആ സ്പ്രേൻ്റെ വെള്ളവും ഈ മീനിൻ്റെ വെള്ളം കൂടെ ഞാൻ നടക്കണ വഴിയിലൊക്കെ ഒറ്റി. എല്ലായിടത്തും നാറ്റിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. സോ ദിസ് ഈസ് ദി എൻഡ്. ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഞാൻ. ഒരു കുന്തുമില്ല, കുടച്ചക്രവും ഇല്ല, ഡച്ച് വേർഡും ഇല്ല, ഗ്രോസറി ഷോപ്പിങ്ങും ഇല്ല. ഞാൻ വീട്ടിൽ പോവാണ്. ഓക്കെ, ബൈ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായേ. എൻ്റെ ഉടുപ്പ് കണ്ടിട്ട് ഒരു ചേച്ചിയല്ല, ഒരു അമ്മമ്മ ചോദിച്ചു, ഡച്ച് അമ്മമ്മ ചോദിച്ചു, വാവ് സച്ച് എ മോയ് യോർക്ക്, ഇത് എവിടുന്നാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ താങ്ക്സ് ടു എലാക്ഷി ബുട്ടീക്ക് പെരിന്തൽമണ്ണ, ഷൈമത്തയാണ് എനിക്ക് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തന്നത്. നല്ല അടിപൊളി ഡ്രസ്സാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നോട്.
ഞാൻ ജസ്റ്റ് ഗോട്ട് ഹോം. എന്നിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. ബിക്കോസ് മേലൊക്കെ ആകെ ഒരു മീനാറ്റം, എന്തോ ഒരു പോലെ. സോ ഞാൻ വേഗം പോയി കുളിച്ചു. സോ ഐ എം ഗോണ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഹിയർ ബിക്കോസ് ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഐ പ്ലാൻ ടു ഗോ അഗൈൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ഇൻ ഡച്ച് വൊക്കാബുലറി ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. So stay tuned, subscribe my YouTube channel so that you can have some fun with me while I document my life. Bye.